ഹേ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കുറേ ജാറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാരും ചേച്ചിമാരും എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി. അരയ്ക്കാനും പൊടിക്കാനും എല്ലാത്തിനും കൂടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സി. അതിലെ മെയിൻ ഘടകമാണ് ഈ ജാറ്. നമ്മൾ ഡെയിലി സാധനം ഉപയോഗിക്കും, നല്ല വൃത്തിയായിട്ട് ഇത് കഴുകി വെക്കും. നോക്കിയാൽ ഈ ജാറൊക്കെ നോക്കി കാണുമ്പോൾ എന്ത് ഭംഗിയെന്ന് നോക്കി പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇതിനില്ല. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ജാറ് കഴുകിയ ജാറ്, വൃത്തിയിലിരിക്കുന്ന ജാറ് അഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇതെനിക്ക് സർവീസിന് വന്നൊരു ജാറാണ്. ഞാനിത് അഴിച്ചപ്പോൾ കണ്ട ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഈ ജാറിൻ്റെ ഉൾവശത്ത് എന്തൊക്കെ സാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് അഴിച്ചു നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടും. ജാർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും ഈ സാധനം പുറമേ നിന്ന് കഴുകി വെക്കുള്ളൂ. പക്ഷേ ജാർ എങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ അത് എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ജാർ കേട്ടോ. ജാർ കഴുകി നല്ല വൃത്തിയിലിരിക്കുന്ന ജാറ് നമുക്ക് അഴിച്ചു നോക്കാം. ജാർ അഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാറിൻ്റെ ബ്ലേഡിൻ്റെ മുകളിലുള്ള നട്ട് വലത്തോട്ട് തിരിക്കുമ്പോഴാണ് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഉരുപ്പുര. അത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലേഡും ഷാഫ്റ്റും അഴിച്ചെടുക്കാം. അങ്ങനെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ജാറിൻ്റെ ബ്ലേഡ് അഴിച്ച് നമുക്ക് ഷാഫ്റ്റ് ഊരി നോക്കാം. ഷാഫ്റ്റ് ഊരുമ്പോഴുള്ള അവസ്ഥ നോക്കി നിങ്ങൾ കണ്ടോ, ഇത്ര അധികം വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമ്മൾ മിക്സിയൊക്കെ വാങ്ങി ഇത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആകുമ്പോൾ മാത്രം ഇത് സർവീസ് സെൻ്ററിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ അഴിക്കുന്നത്. അല്ലാതെ ഇത് ആരും അഴിക്കുന്നില്ല. നമ്മൾ അരയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഓരോ ദിവസവും ഇതിനകത്ത് അടിഞ്ഞു കൂടി അതിനകത്ത് ബാക്ടീരിയ വളരും. ഞാൻ ഒരിക്കൽ അഴിച്ചപ്പോൾ അതിനകത്ത് പുഴു വരെ കിട്ടിയിട്ടുണ്ട്. ജാറിൻ്റെ അടപ്പിൻ്റെ വാഷിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുവിന് വരെ കിട്ടിയിട്ടുണ്ട്. തമ്പനയിൽ കാണിച്ച പോലെ തന്നെ പുഴുവെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇനി കാണുകയാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് ഇത്ര അധികം സാധനങ്ങൾ നമ്മൾ അരയ്ക്കുമ്പോൾ അത് റിട്ടേൺ നമ്മുടെ ഫുഡിലോട്ട് കയറി ചെല്ലും. ഇത് കഴിച്ചുകൊണ്ട് അപകടമാണെന്നല്ല, പക്ഷെ എന്തിനാണ് നമ്മൾ വേസ്റ്റ് തിന്നുന്നത്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് വന്ന സർവീസിന് വന്നാണ് നമ്മളതിൻ്റെ ഷാഫ്റ്റും കാറിലൊക്കെ മാറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ജാറിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വേസ്റ്റുകളുടെ കൂമ്പാരത്തിൽ നിന്ന് ജാറ് നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. നമ്മളിത് വൃത്തിയാക്കി ഭംഗിയാക്കി സെറ്റാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറോട് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിങ്ങനെ അതുപോലെ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ജാറൊക്കെ ഒന്ന് അഴിച്ച് നോക്കുക, ഇതുപോലെ അഴിച്ച് നോക്കുക. എന്നിട്ട് ഇതേ അവസ്ഥ തന്നെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.